ഇന്നത്തെ വീഡിയോയിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണെന്ന് അറിയാമോ? ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതുപോലെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്നറിയാമോ? ഗുജറാത്തി ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മഹാദേവ ദേശായിയാണ്. മഹാദേവ ദേശായി ട്രാൻസ്ലേറ്റഡ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ടു ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി ചെയ്തത് മഹാദേവ ദേശായിയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങളാണ് യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. കേട്ടോ, യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. യങ് ഇന്ത്യ ഗാന്ധിജി ആരംഭിച്ചത് ഗുജറാത്തി ഭാഷയിലാണ്. യങ് ഇന്ത്യ ഗാന്ധിജി ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. യങ് ഇന്ത്യ എന്ന പത്രം ഗാന്ധിജി ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. നവജീവൻ എന്ന പത്രം ഗാന്ധിജി ആരംഭിച്ചത് ഗുജറാത്തി ഭാഷയിലാണ്. അതുപോലെ തന്നെ ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഹരിജൻ എന്ന പത്രം ഗാന്ധിജി ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതുപോലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതുന്നത് ഗുജറാത്തിലെ ഏർവാഡ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞൊരു ബുക്ക് ഏതാണെന്ന് ചോദിച്ചത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റുപോയിട്ടുള്ളൊരു ബുക്ക് ഇന്ത്യയിൽ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഗാന്ധിജി ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം നമുക്കറിയാം, 1948 ജനുവരി മാസം 30-ാം തീയതി ഗാന്ധിജി ഇഹലോകവാസം വെടിയുണ്ടായി. അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. ഗാന്ധിജിയെ വെടിവെച്ചത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ചത്. നാഥുറാം വിനായക് ഗോഡ്സെ പിന്നീട് തൂക്കിലേറ്റുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്.